ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നതേ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നടന്നത്. കുറേ ദിവസമായി നമ്മൾ ലഞ്ച് ബോക്സ് ഇട്ടിട്ട് കുറേ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ മറച്ചു വെച്ചിരുന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം, പിന്നെ അത് നമ്മൾ റിവീൽ ചെയ്യുന്നത് ജോഷ് ടോക്കിൽ പോയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റോറി പറയുന്ന ഒരു വീഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ജോഷ് ടോക്കിൽ പോയ വിശേഷങ്ങളും അവിടുത്തെ കുറേ വിശേഷങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ. ചാനലിലേക്ക് ആരെങ്കിലും പുതിയതായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇത് വന്നിട്ട് സോയ ഗ്രാന്യൂൾസ് ആണ്. നമ്മൾ ഈ സോയ ചങ്ക്സൊക്കെ വലുത് കണ്ടിട്ടില്ലേ, അതിൻ്റെ നല്ല കുഞ്ഞതാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ല ഒരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ അതെടുത്തതാണ്. അത് നമുക്ക് ചുടുവെള്ളത്തിലൊന്ന് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ക്യാരറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളം തിളച്ചതിന് ശേഷം ഈ സോയ ഗ്രാന്യൂൾസിലേക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ സംഭവങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് ഞാൻ കുറച്ച് ബ്രൊക്കോളി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിനും വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് ഞാൻ സോയ ഗ്രാനുവൽസ് ഒന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് ബട്ടറിലാണ് സോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ വെള്ളമൊക്കെ ഞാൻ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളകും ഉപ്പും മാത്രം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളേജിലേക്ക് വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നമുക്കിടയിൽ കൂടെ എൻ്റെ കോളേജിൽ പോകുമ്പോൾ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച എൻ്റെ ഷൂസൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആമസോണിൽ വാങ്ങിച്ചത് 2 സെറ്റ് ഇതുപോലെ ഷൂസ് എടുത്തിട്ടുണ്ട്. നല്ല രസമല്ല, പക്ഷെ ഒന്ന് റിട്ടേൺ കൊടുക്കാനായിട്ട് പോകണം. ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയട്ടാ. നമുക്ക് എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേ മൂഡായിരിക്കില്ല. അപ്പോൾ നമുക്ക് എവറിഡേ മേക്കപ്പ് നാച്ചുറലായി തോന്നാൻ പറ്റിയ മാമ എർത്ത് 17 വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ലിപ്സ്റ്റിക് ഇറക്കിയിട്ടുണ്ട്. അതും നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന പോലത്തെ മാമ എർത്ത് മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആണ്. നമുക്ക് ഡിഫറെൻറ്റ് മോഡ്സിന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഡിഫറെൻറ്റ് ഒക്കേഷൻസ്, ഫെസ്റ്റിവൽസ് ലൈക്ക് നവരാത്രി, വെഡ്ഡിങ്, ദർഗാപൂജ, ദിവാലി, ദസറ ഒക്കെ ഇതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 17 വൈബ്രൻറ്റ് ഷെയ്ഡ്സ് ആണുള്ളത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ദേ സിനമൺ ന്യൂഡാണ്. ഇത് വന്നിട്ട് 12 hours ലോങ് സ്റ്റേ ആണ് വിത്ത് 1 stroke അപ്ലിക്കേഷൻ കേട്ടോ. സ്മജ് പ്രൂഫും കൂടിയാണ്. എൻറിച്ചർ വിത്ത് അവക്കേഡോ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ഫോർ മോയ്സ്ചറൈസേഷൻ. ഇത് സിട്രസ് ന്യൂഡാണ്. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല മോയ്സ്ചർ നിൽക്കും. നിങ്ങൾക്ക് തന്നെ നമ്മളിത് ഇടുന്ന കണ്ടാൽ മനസ്സിലാവും. ഇത് വന്നിട്ട് കാൻഡി ഫ്ലോസ് പിങ്ക് എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡാണ്. മെയ്ഡ് സേഫ് ആണ്. നമുക്ക് എവറി ഡേ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കോളേജിലേക്കൊക്കെ പോകണമെങ്കിൽ. ഇത് പ്ലം പഞ്ചാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ചില ഒക്കേഷൻസിന് ഇപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ബോൾഡായിട്ടുള്ളതുണ്ട്, അല്ലാതെ നല്ല ന്യൂഡായിട്ടുള്ളതുണ്ട്. ഇത് വന്നിട്ട് മെലൻ റെഡ്. ഇതൊക്കെ ഒരു കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം. ഞാൻ ഭയങ്കര ഡാർക്കായിട്ടുള്ള യൂസ് ചെയ്യില്ല. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയൊരു ഷെയ്ഡ് ഇതാണ്, ബബിൾക്കം ന്യൂഡ്. ഒരു വെൽവെറ്റി എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ അടുത്തത് റേസിൻ പഞ്ചാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നോൺ ഡ്രൈയിങ് ഫോർമുലയാണ്. നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടുത്തത് നമുക്ക് നോക്കാം, പിങ്ക് ലെമണേഡാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് പോലെ തന്നെയാണ്. പിന്നെ ഇതിൽ വന്നിട്ട് ടോക്സിൻസോ ഹാംഫുൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് സേഫാണ് എവറിഡേ യൂസിന് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് റാസ്ബെറി സ്കാർലെറ്റ് ആണ്. ഇത് കുറച്ചൊരു ഡാർക്ക് പോലെയൊക്കെ തോന്നുകയാണെങ്കിലും ഇട്ടപ്പോൾ ഒരു ബോൾഡ് ആ ഒരു ലുക്ക് കിട്ടുന്ന ഇങ്ങനെ ഇടുന്നവർക്ക് ഇടാം. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത്. നെക്സ്റ്റ് വന്നിട്ട് കാർണേഷൻ ന്യൂഡാണ്. ഇത് നമുക്ക് ഇട്ടാലും ഇട്ട പോലെ അങ്ങനെ തോന്നൂല. നെക്സ്റ്റ് ബെറിലീഷ്യസ് മെജന്ത എന്നുള്ള ഈ ഒരു കളറാണ്. എല്ലാ കളറും എല്ലാവർക്കും എല്ലാ സമയത്തും സ്യൂട്ട് ആവില്ല, പക്ഷെ ചിലവർക്ക് ഓരോ ഡ്രസ്സിനൊക്കെ ഇടുന്ന പോലെയുള്ളവർക്ക് ഓക്കെ ആവും. ഇത് വന്നിട്ട് ചെറി പഞ്ചാണ്. ഇതൊക്കെ അവരുടെ ബെസ്റ്റ് സെല്ലിങ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ എല്ലാം ഷെയ്ഡും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് മാമാർത്തിൻ്റെ തന്നെ ചാർക്കോൾ ബ്ലാക്ക് കാജൽ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളി ബ്ലാക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇട്ടതും കണ്ണിന് ഇറിറ്റേഷൻ കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. കാണാനും നല്ല ഭംഗിയുണ്ട്.
മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും നൈക്ക, ഫ്ലിപ്കാർട്ട്, ആമസോണിൽ അവൈലബിൾ ആണ്. അവരുടെ വെബ്സൈറ്റിൽ നിന്ന് ആപ്പിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് 20% ഡിസ്കൗണ്ട് കിട്ടാനും വേണ്ടിയിട്ട് എൻ്റെ കൂപ്പൺ കോഡായ 02024 എന്ന് കൊടുത്താൽ മതി. ഇപ്പോൾ ഓഫ്ലൈൻ പ്രസൻസും കൂടിയിട്ട് ഏതെങ്കിലും ഷോപ്പിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് മെസ്സേജ് ചെയ്യുക. മാമാർത്ത് നിങ്ങളുടെ അതായത് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കിന് വാല്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒനിയൻ ഷാമ്പു സുപ്പീരിയർ ക്വാളിറ്റിയിൽ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇടാം കേട്ടോ. വാങ്ങാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ ഇത്രയും ദിവസത്തെ പോലെ ആയിരിക്കില്ലല്ലോ. കോളേജിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറേ വേറെ ഐറ്റംസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ടൗണിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഷൂസ്, ടോപ്സ് ഒക്കെ ഇങ്ങനെ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ടോപ്പൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഞാൻ വീട്ടിലെടുത്തിട്ട് കാണിക്കാം കേട്ടോ. എന്ന് പറഞ്ഞിട്ട് ഈ ലിപ്സ്റ്റിക്കായിട്ട് വേണ്ടിയിട്ടല്ല കേട്ടോ, അത് വന്നിട്ട് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാറുണ്ട്, അതും കൂടെ കാണിച്ചതാണ്. പിന്നെ അതേ ഞാൻ സാലഡ് ഉണ്ടാക്കുകയാണ്. കുറച്ച് ലെറ്റ്യൂസ് ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിട്ടിട്ട് നമ്മൾ സ്വീറ്റ് പൊട്ടാറ്റോ, പിന്നെ നമ്മൾ ഈ സോയ ഗ്രാനുവൽസ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ദോശൻ്റെ പരിപാടിയാണ്. ഇത് അമ്മ കൊടുത്തയച്ച മാവാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിപ്പോൾ സ്കൂളിലേക്ക് കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ കറി വേണം നിർബന്ധമില്ല കേട്ടോ. ഈ സംഭവം മാത്രം നമുക്കിങ്ങനെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും. ഈവനിങ് സ്നാക്കായിട്ടും കൊടുത്തു വിടാൻ പറ്റിയ അടിപൊളി സംഭവമാണ്. പിന്നെ അതേ നമ്മൾ സാലഡിലേക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. തൈരാണുള്ളതെങ്കിൽ തൈര് മതി. എൻ്റെ ഇപ്പോൾ ക്രീം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇനി അത് തീരുന്നവരെ ക്രീം യൂസ് ചെയ്യും, പെട്ടെന്ന് കേടൊന്നും അല്ലെങ്കിൽ. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പിങ്ക് സോൾട്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാലഡിലേക്ക് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഉള്ളത് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് വന്നിട്ട് കുറച്ച് ഒരു എരിവില്ലാത്തൊരു പച്ചമുളകാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോശ ഇവിടെ റെഡി ആകുന്നുണ്ട്. പക്ഷേ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഇതുപോലെ നമ്മുടെ നോർമൽ ദോശക്കല്ലിൽ ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാലഡിലേക്ക് കുറച്ച് ഡില്ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു പ്രത്യേക മണം കേട്ടോ. നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞായി. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കാനുള്ള സംഭവമൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിങ്ങനെ അടുക്കി വെച്ചിട്ട് നമ്മൾ ഷോർട്ട്സ് എടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ അടുത്തത്. നമ്മുടെ ഇച്ചിലു ബേബി കറക്റ്റായിട്ട് ഞാൻ എണീറ്റ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞത് ഇപ്പോൾ എണീറ്റ് ഓടി വരുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സായിട്ട് നമ്മൾ ഓറഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. ഓറഞ്ച് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇടയിൽ ഒരു കട്ടും കൂടെ കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും വേണ്ടിയിട്ട് ഈസി ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൻ്റെ അപ്പോയിൻമെൻ്റ് അല്ല, നേരെ പോയി അന്വേഷിക്കുന്ന ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ തന്നെ തീരുമാനിച്ചു, അപ്പോൾ തന്നെ ഇത് റിവീൽ ചെയ്യേണ്ട, കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് പിന്നെ ജോഷ് ടോക്കിലേക്ക് ഇങ്ങനെ വിളി വരുന്നത് കേട്ടോ. നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം ഒന്ന് ടോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ശരി ജോഷ് ടോക്കിൽ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു കാര്യം നമുക്ക് റിവീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. ഏതായാലും ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 1 മാസം മുമ്പായിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ഒരു 2 ആഴ്ചയും കൂടെ ഉണ്ടോ തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. ക്ലീ എക്സാമില്ലേ, എൻട്രൻസ്, അതായത് LLBയുടെ ക്ലീ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റാർട്ടാവുള്ളൂ. അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിട്ടിടാം. ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു LLBൻ്റെ ഡീറ്റെയിൽസ് ഇടുമെന്നും പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ പുതിയ ക്യൂട്ട് ഐറ്റംസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. കുഞ്ഞ് ബോട്ടിലിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെ വാങ്ങിച്ചാണ്. അപ്പോൾ ഇന്ന് ദോശ ആയതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് തീർന്ന പോലെയുണ്ട്. പിന്നെ സാലഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ സാലഡ് വലിയ ഒരു ടേസ്റ്റ് കുട്ടികൾക്ക് പറ്റൂല, കാരണം നമ്മൾ സോയ ഗ്രാനുവൽസ് പൊരിക്കല്ല ചെയ്തത്, ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവും, പക്ഷേ എങ്കിലും ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ഫ്രൂട്ട്സിൽ ഓറഞ്ചും വെജിറ്റബിൾസിൽ നമ്മൾ ക്യാരറ്റും, പിന്നെ കുട്ടികൾക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും ചെറിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്, അതും സ്വീറ്റ് പൊട്ടാറ്റോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് കേട്ടോ സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ ചുച്ചുക്കുട്ടി അമ്മാൻ്റെ വീട്ടിലായിരുന്നു, അപ്പോൾ അവൾ വരുന്ന സമയത്ത് ഒരു ആപ്പിൾ ഉണ്ടെന്നുണ്ടായിരുന്നു, അതും കൂടെ വെച്ചേരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട് പിക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചമ്മന്തി വന്നിട്ട് ഈ ഒരു ഇതിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് സോസൊക്കെ വെക്കുന്ന കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ, പക്ഷെ നമ്മൾ ചമ്മന്തിയാക്കി. പിന്നെ ഹയാൻകുട്ടിക്ക് തലേ ദിവസത്തെ നമ്മുടെ സ്റ്റൂ വേണം എന്ന് പറഞ്ഞപ്പോൾ അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ടൈമായി വലിയ കുട്ടികളുടെ, അപ്പോൾ അവരുടെ ടിഫിൻ ബോക്സ് എടുത്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചത്തെ മുമ്പത്തെ സംഭവമാണ് കേട്ടോ, ഇപ്പോഴത്തെ അല്ല, എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനിതേ ചെറിയ കുട്ടികളുടെ ടിഫിൻ കൂടെ ക്ലോസ് ചെയ്ത്
കൊടുക്കുന്നുണ്ട്. അവർക്ക് പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് സ്നാക്ക് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട്. അല്ല, ഇത് ലഞ്ചിന് മാത്രമാണ്. സ്നാക്ക് നമ്മൾ വേറെ ഒരു ചെറിയ ബോക്സിലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് ഇച്ലു ബേബീൻ്റെ ബോക്സാണ്. അവർക്കൊക്കെ ആക്കുന്ന സമയത്ത് അവൾക്ക് ഇതേപോലെ നമ്മൾ ആക്കി കൊടുക്കണം. അപ്പോൾ അവളുടെ ടേബിളിൽ പോയിരുന്ന് കുറച്ച് ഇരുന്ന് ഇങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ആ ഒരു ശീലം നമ്മൾ ചെറുതിനെ പഠിപ്പിക്കുകയാണെങ്കിൽ ഇവർ ഈ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്ന പോലെ കുട്ടികൾ കഴിച്ചോളും. ഇവർക്ക് ഈ കുക്കുംബർ ക്യാരറ്റൊക്കെ വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ അതും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു വെള്ളിയാഴ്ച ദിവസമാണ്. എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഒരു യൂണിഫോം കണ്ടപ്പോൾ. വെള്ളിയാഴ്ച വൈറ്റ് യൂണിഫോമാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ആക്ച്വലി അത് വിട്ടുപോയതാണ്. പക്ഷെ നോക്കുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ആ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ വീടിൻ്റെ ലോണ് ക്ലോസ് ചെയ്തോന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതെ, ഇച്ചു ബേബീനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇച്ചു ബേബിക്ക് പ്രസവിച്ച് വരുമ്പോൾ പലിശയില്ലാത്ത വീട്ടിലേക്ക് അവൾ കയറി വരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ നടന്നില്ലെങ്കിലും അവൾക്ക് 3-ാം മാസം ആകുമ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ലോണ് ക്ലോസ് ചെയ്ത് ആധാരം എൻ്റെ കയ്യിലെടുത്തപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഈ ലോകം തന്നെ കീഴടക്കിയ ഒരു എന്തോ ഒരു ആത്മനിർവൃതിയും മനസ്സിലുണ്ടായിരുന്ന വലിയൊരു ഭാരം കുറഞ്ഞ വലിയൊരു സമാധാനമാണ് കേട്ടോ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുമായിരുന്നു. ആ ആധാരം എൻ്റെ കൈ പിടിച്ചുകൊണ്ട് എത്രയോ കൊല്ലത്തെ എൻ്റെ ആ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ കയ്യിലേക്ക് അത് തിരിച്ചു കിട്ടിയ സമയത്തുണ്ടല്ലോ, അൽഹംദുലില്ലാ. അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതാണ് ജസ്റ്റ് ഇതിൽ സൂചിപ്പിച്ചത് കേട്ടോ. പിന്നെ ദേ എടുത്ത പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനത്തെ പാത്രങ്ങൾ നമ്മൾ പെട്ടെന്ന് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങാനും കയ്യിൽ നിന്ന് വീണിക്കഴിഞ്ഞാൽ പിന്നെ മതിയല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തുടച്ചിട്ട് ഷെൽഫിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ സ്പോട്ടിൽ കഴുകിയിട്ട് അങ്ങനെ വെക്കുന്നതാണ്. ഈ ഓരോ പാത്രങ്ങളും ഒന്നിച്ച് നമ്മൾ വാങ്ങുന്നതല്ല, ഓരോ പ്രാവശ്യമായിട്ട് ഓരോ മാസമായിട്ട് എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിച്ചിട്ട് കുറേശ്ശെയായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കൂട്ടി വെച്ചിട്ട് അങ്ങനെ വാങ്ങി വെക്കുന്ന പാത്രമാണ്. നമുക്ക് പിന്നെ ചാനലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഷോർട്സിനൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത്യന്താപേക്ഷിതമാണ്, അല്ലാതെ ആഡംബരമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. പിന്നെ അതേ നമ്മുടെ ചുച്ചുക്കുട്ടി വാശി പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവളൊരു കാര്യം പറയും, നമ്മൾ ചെയ്ത് ശരിയാണെങ്കിലും അവൾ കിടന്ന് ഇങ്ങനെ വാശി പിടിച്ചിട്ട് അതങ്ങനെയല്ല എന്ന് പറയും. എന്നിട്ട് ഏറ്റവും അവസാനം അങ്ങനെ തന്നെ കൊണ്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങും. അതാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സമയമായി എന്ന് പറഞ്ഞിട്ടും ഇക്ക ചീത്ത പറഞ്ഞിട്ടാണ് പോയത്. ഹയാനെ റേനക്കുട്ടീനെയും കൊണ്ടുവിട്ടിട്ട് പിന്നെ ഇവരെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് ടൈം ഷൂട്ട് ഉണ്ടല്ലോ, ആ സമയത്ത് മിക്കവാറും ഇതുപോലെ ലേറ്റ് ആവാറുണ്ട്. വാശി നിങ്ങൾ പറഞ്ഞ വാശിക്ക് അങ്ങോട്ട് വിട്. നിനക്ക് ഞങ്ങൾ പ്ലേറ്റ് തന്നിട്ടുണ്ടല്ലോ. അയച്ച വെള്ളം പൊട്ടെടുത്തിട്ട് പോ. അതിനെടുത്തിട്ട് പോ പറഞ്ഞത്. അത് കഴിഞ്ഞതേ നമ്മൾ ഇച്ലു ബേബീനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ട് എനിക്ക് ഷൂട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാമിലേക്ക് അവൾക്കുള്ള ഷൂട്ടും പിന്നെ നമ്മുടെ ഷോർട്സിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കി പിന്നെ പുറത്തേക്ക് പോയിട്ട് ഒരു ഷോപ്പിലേക്ക് പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങോട്ടും പോയിട്ട് അതിൻ്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും ഏകദേശം ഒരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ റൺകുട്ടിക്ക് ഈ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ജോബീസ് മാളിൽ എക്ത എന്ന് പറഞ്ഞ ഷോപ്പിലാണ്. ഇവിടെ ഇതുപോലെയുള്ള മെറ്റീരിയലൊക്കെ കിട്ടും കേട്ടോ. ബ്രൈഡ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിക്കോളിയും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഷഫാക്ക് 9-ാം മാസമല്ലേ, അപ്പോൾ വേഗം പ്രസവിക്കുന്നതിന് മുമ്പ് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ഐറ്റംസ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഷഫാനെ കാണാനും വേണ്ടിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങി രാത്രി വരെ ഫുള്ള് ഇതുപോലെയുള്ള ഓട്ടമായിരുന്നു കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി അവരോടൊക്കെ സംസാരിച്ചത് നമ്മൾ വിളിച്ച് പറയാതെയാണ് പോയത്. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് അങ്ങനെ അവർ വരുന്നുണ്ട് എന്ന് 10 മിനിറ്റ് മുമ്പ് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ പിന്നെ വേഗം ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഷഫാൻ്റെ 2 കുട്ടികൾക്ക് മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ വീഡിയോസ് ഫുൾ ടൈം ഇരുന്ന് കാണലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ TV-യിൽ ഇട്ടിട്ട് അവർ കാണുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ പറയായിരുന്നു. പേടിയുണ്ടോ?
പക്ഷേ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് ഷെഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തിട്ട് വേഗം അങ്ങോട്ട് ഓടി ചെല്ലാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവർ ഒരുപാട് നിർബന്ധിച്ചു, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കഴിക്കുകയെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ കഴിക്കാനിരുന്നുണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറേ ദിവസം മുമ്പ് നമ്മൾ ഈ ജോഷ് ടോക്കിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ കുറച്ച് ക്ലിപ്സൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ കാണിക്കാം കേട്ടോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ എവിടെയാണ് നിൽക്കുന്നത് കാണിച്ചറാം. എല്ലാവരും ഉണ്ട്, ഭയങ്കര ടെൻസ്ഡാണ് ഇന്നത്തെ ഒരു ദിവസം. കാരണം ഞാനിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ജോഷ് ടോക്കിൻ്റെ സ്റ്റുഡിയോയിലാണ്. ഇന്ന് ഞാനിവിടെ പല സംഭവങ്ങളും തുറന്ന് പറയാൻ പോവാണ്. ഇത്ര ദിവസമായിട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന വലിയൊരു എന്താ പറയുക, വലിയൊരു സംഭവം ഇന്ന് ഞാൻ ഓപ്പണായിട്ട് പറയാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ എല്ലാം കഥകൾ പറഞ്ഞു വന്നതിന് ശേഷം എന്തോ എക്സാം എഴുതാൻ പോകുമ്പോഴൊരു ടെൻഷനില്ല പോലെ ഉണ്ട്. കണ്ണ് അത്യാവശ്യം ഒറ്റ ദിവസം കൊണ്ട് കുറേശ്ശൊക്കെ ഒന്ന് സ്റ്റോപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. എന്തായാലും ശരി, ഞാൻ പോയിട്ട് വരാം ഗൈസ്. പേടിയാവുന്നു, എന്താ പറയണമെന്ന് പോലും അറിയില്ല. അല്ല, എനിക്ക് എന്റെ പോയിന്റ്സ് വിട്ടുപോയത്. ഞാൻ കൊണ്ടുതരാം കേട്ടോ. അവിടെ നിന്നോ, ലോക്ക് ചെയ്ത പൊസിഷനിൽ നിന്നോ, ഞാൻ കൊണ്ടുതരാം. വേണ്ട, ഞാൻ പ്രിപ്പയർ ചെയ്ത മൊത്തം കൊള്ളാം. ചില പോയിന്റ്സ് എനിക്കെന്താ അറിയില്ല കേട്ടോ. അന്നത്തെ ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ എക്സാമിൻ്റെ വല്ല റിസൾട്ട് വരുന്ന ദിവസം അല്ലെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോണ പോലെ എന്തോ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. അപ്പം എന്തൊക്കെയോ പറയണം. അപ്പം നമ്മൾ സാധാരണ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ക്യാമറ വെക്കുന്നു അങ്ങനെ പറയണമെന്നല്ലേ ഉള്ളൂ. ഇത് വേറെ ആൾക്കാരുടെ മുന്നിൽ നമ്മളിങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണ് പറയുക എന്നൊക്കെയുള്ളൊരു ഭയങ്കര ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതേ അവരിങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് എങ്ങനെ നിൽക്കേണ്ടത്, ഏത് ക്യാമറ നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ മനസ്സിലെന്തോ ഒരു ബേജാറുണ്ട്. പിന്നെ ഒന്നാമത്തത് എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എത്ര കൂളായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയുകയാണെങ്കിലും ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനെ എന്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആദ്യമായിട്ടല്ലേ ഈ ഒരു സംഭവം ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നത്. ഇതാർക്കും അറിയില്ലായിരുന്നു ആക്ച്വലി. 3 പേർക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്ക് ഒഴികെ ബാക്കി ആർക്കും അറിയാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അത്രയും ദിവസം എങ്ങനെയൊക്കെയോ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് അങ്ങനെ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരുപാട് പേര് പ്രാർത്ഥന എനിക്ക് കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ സ്നേഹം ഉണ്ടെന്ന് മനസ്സിലായി. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ എങ്ങനെ ആയിരിക്കും, എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തോ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ. കുറച്ചും കൂടെ നമ്മുടെ റെസ്റ്റ് കാര്യങ്ങളൊക്കെ കുറയായിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടൂല അല്ലേ. എത്ര തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു അതിലെനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുകയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും വേണം. അപ്പോൾ എൻ്റെ അത്ത പോയപ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്, ഞാൻ ഭയങ്കര വീക്കാണ്, ഇനി അങ്ങോട്ട് എനിക്ക് ജീവിക്കാൻ എൻ്റേതായിട്ട് എന്തെങ്കിലും എനിക്ക് ഒരു സപ്പോർട്ടായിട്ട് എൻ്റെ ക്യാരക്ടറിനെ തന്നെ ചേഞ്ച് ചെയ്യുന്ന പോലെ കുറച്ചും കൂടെ ബോൾഡ് ആക്കുന്ന പോലെ ഒരു സംഭവം വേണം എന്ന് തീരുമാനിച്ച ഭാഗത്ത് നിന്നാണ് LLB ആണ് എന്തുകൊണ്ടും എനിക്ക് യോജിച്ച ഒരു പ്രൊഫഷൻ എന്ന് എനിക്ക് തോന്നി നമ്മളത് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാഹ് ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.